ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ISLന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്ന അടുത്ത മേജർ ലീഗാണ് സൂപ്പർ കപ്പ്. ഏപ്രിൽ 20 തുടങ്ങുന്ന സൂപ്പർ കപ്പ് മെയ് 3 അവസാനിക്കുന്നത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സൂപ്പർ കപ്പ് കേരളത്തിൻ്റെ വിധി നിർണ്ണയിക്കും. ഡേവിഡ് കാറ്റല എന്ന സ്പാനിഷ് കോച്ചിൻ്റെ കീഴിൽ കളിക്കുന്ന എല്ലാ മത്സരങ്ങളും അതിനിർണായകമാണ്. കൂടാതെ ഈ സൂപ്പർ കപ്പ് അവസാനിക്കുന്നതോടുകൂടി ക്വാമി പെപ്ര, മിലോസ് റിൻസിച്ച് എന്നീ താരങ്ങൾ ക്ലബ്ബ് വിടുമെന്ന റൂമർ പരക്കുന്നുണ്ട്. ഇതിനു പുറമെ നോഹ സദോയി, ലൂണ എന്നിവരിൽ നിന്നും ഒരാൾ പോകുമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. കൂടുതൽ ചാൻസ് ലൂണ പോവാനാണ്. കാരണം 2026 വരെ കോൺട്രാക്റ്റുള്ള നോഹ സദോയിയേക്കാൾ ലൂണയാണ് പോവാനായി കൂടുതൽ സാധ്യത. ഇക്കഴിഞ്ഞ ISL മത്സരങ്ങളിൽ അദ്ദേഹത്തിന് മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും മാനേജ്മെൻറ്റ് വേറെ ഓപ്ഷനുകളെ പരിഗണിക്കുന്നത്. അതുമാത്രമല്ല, ഡേവിഡ് കാറ്റല എന്ന സ്പാനിഷ് കോച്ചിൻ്റെ പ്ലേയിങ് സ്റ്റൈലിന് യോജിച്ച പ്ലെയറാണ് നോവ സദോയി. അതുകൊണ്ട് തന്നെ മിലോസ് പെപ്ര എന്നിവരോടുകൂടി ലൂണയും പടിയിറങ്ങുവാനാണ് സാധ്യത. ഈ നടക്കുന്ന സൂപ്പർ കപ്പ് കേരള ബ്ലാസ്റ്റേഴ്സിന് അതിനിർണായകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലെയേഴ്സും അവരുടെ ISLൽ നേടാൻ സാധിക്കാത്ത കിരീടം സൂപ്പർ കപ്പിൽ നേടുമെന്ന് പ്രതീക്ഷയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്.